ഹലോ എവറി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിന്ന് തീർക്കുകയാണ്. അപ്പോൾ MCQ സീരീസ് വഴിയിട്ടാണ് നമ്മൾ തീർക്കുന്നത്. PYQ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് വരും, നിങ്ങളത് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകിൽ വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കേട്ടതിന് ശേഷം അതിൻ്റെ ആൻസർ മാത്രം മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? 3, 4, 7, 5. ആൻസർ മാർക്ക് ചെയ്യുക. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7 അവസ്ഥകളാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത്. എന്നാൽ അതിനുശേഷം നമ്മൾ 2-3 അവസ്ഥകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് വരും ക്വസ്റ്റ്യൻസിൽ പറയാം. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ, വാതകം, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പം ഏതാണ് ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വേഗം മാർക്ക് ചെയ്യുക. ആൻസർ വരുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ദ്രവ്യത്തിന് 7 അവസ്ഥകളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. 1ാമത്തെ അവസ്ഥ ഏതാണ്? ഖരാവസ്ഥയാണ് 1ാമത്തെ അവസ്ഥ, സോളിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്രാവകാവസ്ഥ ആണ് 2ാമത്തെ അവസ്ഥ. വാതകാവസ്ഥ എന്ന് പറയുന്നത് 3ാമത്തതാണ്. പ്ലാസ്മ എന്ന് പറയുന്നത് 4ാമത്തെ അവസ്ഥയാണ്. 5ാമതാണ് ഏതെന്ന് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥയാണ് ഏത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഇനി 7ാമത്തതാണ് ഏതെന്ന് പറയുന്നത്? ക്വാർക്ക്, ഗ്ലൂക്കഗോൺ, പ്ലാസ്മ. ഏതാണ് 7ാമത്തെ അവസ്ഥ? ക്വാർക്ക്, ഗ്ലൂക്കഗോൺ, പ്ലാസ്മയാണ് 7ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇതിന് പുറമെ ടൈം ക്രിസ്റ്റൽ, അതുപോലെ എക്സൈറ്റോണിയം, റെഡ്ബർഗ് പോളറോൺസ്, ഈ 3 എണ്ണവും കൂടെ ദ്രവ്യത്തിന്റെ അവസ്ഥയായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽസ്, എക്സൈറ്റോണിയം, റെഡ്ബർഗ് പോളറോൺസ് എന്നിവ. 8, 9, 10 എന്നുള്ള നിലയ്ക്ക് ഇതും കൂടെ ഓർത്തിരിക്കുക. അപ്പം നമ്മൾ പൊതുവെ പറയുമ്പോൾ 7 അവസ്ഥകളാണ് പറയുന്നത്. ആ 7 എണ്ണത്തിന്റെ ഓർഡർ അതുപോലെ തന്നെ പഠിച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്? ആൻസർ മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. പ്ലാസ്മ അവസ്ഥയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ: വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? അപ്പോൾ വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ, പ്ലാസ്മാവസ്ഥ. ഏതവസ്ഥയിലാണ് വൈദ്യുത ചാർജുകളായിട്ട് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. അപ്പോൾ പ്ലാസ്മ അവസ്ഥയെ പറ്റിയിട്ടാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പ്ലാസ്മ അവസ്ഥയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മുടെ 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്, തന്മാത്രകൾ തമ്മിൽ ഏറ്റവും കൂടുതലായിട്ട് ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ഇനി മിന്നലിലെ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും പ്ലാസ്മ അവസ്ഥയിലാണ് കേട്ടോ. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അതും ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. 4ാമത്തെ അവസ്ഥയാണ്. 99% എന്താണ്? പ്ലാസ്മയാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും മിന്നലിലും ഒക്കെ ഉള്ളത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞ എന്താണ്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പം ഇത്രയാണ് പ്ലാസ്മയെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യവും ഊർജവും, നമ്മുടെ ദ്രവ്യവും ഊർജവും, മാറ്ററും എനർജിയും എന്താണ്? ഒരേപോലത്തെ സംഭവം തന്നെയാണ്, പക്ഷെ 2 രൂപത്തിലുള്ളതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, റുദർഫോർഡ്, ഫാരഡെ. ആൻസർ വേഗം മാർക്ക് ചെയ്യുക. ആൻസർ വരുന്നത് ഐൻസ്റ്റീൻ. ഓക്കെ, അപ്പം നമ്മൾ ദ്രവ്യത്തെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മിനിമം ഇതിനകത്ത് ഓർത്തിരിക്കുക കേട്ടോ. എത്ര അവസ്ഥകളുണ്ട്, അവസ്ഥകളുടെ ഓരോ അവസ്ഥകളുടെയും എണ്ണം അതിനനുസരിച്ച് തന്നെ പഠിക്കുക. 4ാമത്തതാണ് പ്ലാസ്മ, 5ാമത്തത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് എന്നുള്ള കാര്യം, 6ാമത്തത് ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണെന്നുള്ളതും, 7ാമത്തത് ഗ്ലൂക്കഗോൺ പ്ലാസ്മ ആണെന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ആണ് ഡാഷ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഡാഷ് എന്ന് പറയുന്നത്. എന്താണ്?
ഭാരമാണ് ഉത്തരം കേട്ടോ. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് പറയുന്ന പേരാണെന്ത്? ഭാരം. ഇനി മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവനകൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കുക. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ് ആണ് മാസ്. അതുപോലെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പം ഇതിലേതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 4 ഒന്നാമത്തതും നാലാമത്തതും, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 1, 3, 4. വേഗം ഒന്നും കൂടെ വായിച്ചു നോക്കുക, ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. എന്ന് വെച്ചാൽ മാസ് എന്താണ്? മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ഡം. പിണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവിനെയാണ് നമ്മൾ പിണ്ഡം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എന്താണ്? സ്ഥിരമായിരിക്കും. സ്ഥിരമാണ്, എവിടെയും മാറ്റമില്ല. മാസ് എവിടെയും മാറുന്നില്ല. എല്ലായിടത്തും മാസ് ഒരുപോലെ തന്നെയാണ്. മാസിന്റെ യൂണിറ്റ് ആണ് ഏത്? കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? വെയിറ്റിന്റെ യൂണിറ്റ് ആണ്, അഥവാ ഭാരത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തുവിനെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ധ്രുവത്തിൽ വെച്ചിട്ടാണ് മാസും ഭാരവും അളന്നത്. അതിനെ എടുത്ത് ഭൂമധ്യരേഖയിലേക്ക് കൊണ്ടുവന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഭൂമധ്യരേഖയിൽ എത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നാണ് ചോദ്യം. മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. മാസും ഭാരവും ഏറ്റവും കൂടുതൽ. മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ്. മാസും ഭാരവും ഏറ്റവും കുറവ്. ആൻസർ നോക്കുക. ആൻസർ വരുന്നത് എന്താണ്? മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ്. എന്ന് വെച്ചാൽ എന്താണ്? മാസിന് നമ്മൾ പറഞ്ഞു, മാസ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെയാണ്, സ്ഥിരമായിരിക്കും. അപ്പം ധ്രുവത്തിലായിരുന്നാലും ഭൂമധ്യരേഖയിലായിരുന്നാലും മാസിന് എന്താണ്? മാറ്റമൊന്നും സംഭവിക്കില്ല. ഇനി ഭാരത്തിന് എന്ത് പറ്റും? ഭാരം ഭൂമധ്യരേഖയിലോട്ട് വരുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ജിയുടെ വാല്യൂന്റെ വ്യത്യാസത്തിലാണ് അത് സംഭവിക്കുന്നത്. ധ്രുവത്തിലാണ് നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് ധ്രുവത്തിൽ കൂടുതലും ഭൂമധ്യരേഖയിൽ അത് കുറവുമാണ്. ധ്രുവത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പൊ അതുമൂലമാണ് എന്ത് ചെയ്യുന്നത്? ഭാരം ഭൂമധ്യരേഖയിലേക്ക് വരുമ്പോൾ ഭാരം കുറയുന്നത്. ഓക്കെ. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. എവിടെയാണ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കുന്നത് എന്നാണ് ചോദ്യം. സമുദ്രനിരപ്പിൽ, ധ്രുവങ്ങളിൽ, ഭൂമധ്യരേഖയിൽ, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. എവിടെയാണ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കുന്നത്? ഭാരമാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു മാസ് എന്താണ്? എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരത്തിനെ വ്യത്യാസമുള്ളൂ. ഭാരം എവിടെയാണ് 0 ആകുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് 0 ആകുന്നത്? ഭൂമിയുടെ കേന്ദ്രഭാഗത്താണ് 0 ആകുന്നത്. കാരണം എന്താണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ എന്താണ്? 0 ആണ് വരുന്നത്. ഓക്കെ. അതുകൊണ്ട് ഭൂമിയുടെ കേന്ദ്രത്തിൽ എന്താണ്? ഭാരം 0 ആയിരിക്കും. ഇനി സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? സ്പ്രിംഗ് ത്രാസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്രിംഗ് ത്രാസിന്റെ അടിസ്ഥാന തത്വം ഏതാണ്? ഹൂക്സ് നിയമം, പാസ്കൽസ് നിയമം, ബെർണോളിസ് നിയമം, ബോയിൽസ് നിയമം. ഏതാ നിയമത്തിലെ അടിസ്ഥാന തത്വമായിട്ട് വരുന്നത് സ്പ്രിംഗ് ത്രാസിന്? ഹൂക്സ് നിയമമാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ ഹൂക്സ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പ്രിംഗ് ത്രാസ് വർക്ക് ചെയ്യുന്നത്. ഇനി സ്പ്രിംഗ് ത്രാസ് എന്ന് പറഞ്ഞാൽ എന്ത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? നമ്മുടെ വെയിറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പ്രിംഗ് ത്രാസ് എന്ന് പറയുന്നത്. മാസ് അഥവാ പിണ്ഡം അളക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കോമൺ ബാലൻസ് സാധാരണ ത്രാസാണ്. നമ്മൾ എന്തിനുപയോഗിക്കുന്നത്? മാസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ മാസ് ആവുമ്പോഴത്തേക്ക് കോമൺ ത്രാസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കോമൺ ത്രാസ് ആണ് ഉപയോഗിക്കുന്നത്. വെയിറ്റ് അളക്കാനാണ് നമ്മൾ സ്പ്രിംഗ് ത്രാസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പിണ്ഡവും ഭാരവുമായിട്ടുള്ള ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. എന്താണ് പിണ്ഡം എന്ന് പറഞ്ഞു, എന്താണ് ഭാരം എന്നും നമ്മൾ പറഞ്ഞു. പിണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ ഭാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം അഥവാ ഗുരുത്വാകർഷണ ബലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് പറയാം നമുക്ക്? വെയിറ്റ് ഈക്വൽസ് m×g, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമുക്ക് പറയാം. വെയിറ്റിന്റെ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ന്യൂട്ടൺ. അതുപോലെ തന്നെ മാസിന്റെ യൂണിറ്റ് ആണ് ഏത്? കിലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. 1 കിലോഗ്രാം വെയിറ്റ് ഒരു
കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ന്യൂട്ടൺ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 9.8 ന്യൂട്ടനെയാണ് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വസ്തുവിനും ഭൂമിയിലുള്ള ഭാരത്തിന്റെ 1/6 മാത്രമേ എവിടെ കാണുള്ളൂ, ചന്ദ്രനിൽ ആ വസ്തുവിന് കാണത്തുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ അതിന്റെ ഭൂമിയിലുള്ള ഗ്രാവിറ്റേഷൻ 9.8 ആണെങ്കിൽ ചന്ദ്രനിലെ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചന്ദ്രനിലെ ഭാരം 1/6 മാത്രമേ അനുഭവപ്പെടുള്ളൂ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാരവും പിണ്ഡം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കാനായിട്ടുള്ളത്. ഇത്രയും വേഗം തന്നെ പഠിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മൾ കുറച്ച് യൂണിറ്റ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. നമ്മുടെ പ്രിലിംസിന് കൂടുതലായിട്ടും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പം 1 മാർക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. എല്ലാ യൂണിറ്റുകളും പഠിച്ചു തന്നെ വെക്കാം. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണ് എന്നാണ് ചോദ്യം. 100, 10⁵5, 98, അതുപോലെ 102 എത്ര ഡൈനാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് 10⁵5 ആണ് കേട്ടോ. 10⁵5 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്ടൺ എന്നത് ഏത് അളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്നത് ഏത് അളക്കാനുള്ള ഏകകമാണ്? മർദ്ദം, താപം, വൈദ്യുതി, ബലം. ന്യൂട്ടൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് അളക്കാനുള്ള അളക്കാനുള്ള ഏകകമാണ് ന്യൂട്ടൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ബലം. അപ്പോൾ ബലത്തിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണ്. നമ്മൾ പറഞ്ഞു വെയിറ്റിന്റെ യൂണിറ്റും എന്താണ്? ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റും ന്യൂട്ടൺ തന്നെയാണ്. ഇനി ഊർജം അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? ജൂൾ, ന്യൂട്ടൺ, ഡെസിബൽ, ആംപിയർ. ഏതാണ് ഊർജം അളക്കാനുള്ള യൂണിറ്റ്? ഉത്തരം വരുന്നത് ജൂൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? CGS യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എർഗ്, വാട്ട്, കിലോഗ്രാം പെർ മണിക്കൂർ, ന്യൂട്ടൺ മീറ്റർ. ഏതാണ് CGS യൂണിറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? എർഗ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ 1 ജൂൾ എന്ന് പറയുന്നു കഴിഞ്ഞാൽ എത്ര എർഗാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10⁻⁷ എർഗാണ് 1 ജൂൾ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. CGS യൂണിറ്റ് ആണ് ഏത്? എർഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം SI യൂണിറ്റ് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജൂള് തന്നെ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഡാഷ്. ജൂൾ, കെൽവിൻ, വാട്ട്, ഡൈൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ആൻസർ കെൽവിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, പാസ്കൽ. ഇതിനകത്ത് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം പാസ്കൽ ആണ് അല്ലാത്തത്. അപ്പം സെൽഷ്യസ് താപനിലയുടെ അല്ലെങ്കിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ്. ഫാരൻഹീറ്റും അതുപോലെ കെൽവിനും ഊഷ്മാവിന്റെ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ആണ് നമ്മുടെ കെൽവിൻ എന്ന് പറയുന്നത് കേട്ടോ. SI യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് എഴുതണം? കെൽവിൻ തന്നെ എഴുതണം. സെൽഷ്യസ് ഒന്നും എഴുതരുത്. SI യൂണിറ്റ് കെൽവിൻ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ, വാട്ട്, ന്യൂട്ടൺ, ആംപയർ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ന്യൂട്ടൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ബലത്തിന്റെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തി അഥവാ വർക്കിന്റെ യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ജൂൾ, വാട്ട്, ന്യൂട്ടൺ, ആംപയർ. ഏതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്? ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. എനർജിയുടെ യൂണിറ്റും ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റും എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണ്. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരം, സമയം, പ്രകാശ തീവ്രത, ശബ്ദം. പ്രകാശവർഷം കണ്ടുകൊണ്ട് തീവ്രതയൊന്നും എഴുതി വെക്കരുത്. പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, വാട്ട്, ജൂള്, ന്യൂട്ടൺ. ഏതാണ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. അപ്പോൾ ഓരോന്നും ഓർത്ത് വെച്ചിരിക്കുക. ഇതെല്ലാം ബേസിക് ആയിട്ട് ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊന്നും ചുമ്മാ ഇങ്ങനെ ഇട്ട് എഴുതുന്നതല്ല. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള PYQs ആണ്. നമ്മുടെ പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഓരോ യൂണിറ്റുകളും ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം സിമ്പിൾ യൂണിറ്റ് ആണ്. അപ്പം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ ബിഗിനേഴ്സ് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. സയൻസ് അധികം എടുത്ത് പഠിച്ചിട്ടില്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ആദ്യമൊക്കെ പഠിക്കാൻ. പക്ഷേ ഇത് ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക, കാരണം ഒരു മാർക്ക് എന്ന് പറയുന്നത് പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും യൂണിറ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പവറിൻ്റെ യൂണിറ്റ് വാട്ട്, അതുപോലെ പ്രകാശവർഷം എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് അത് ജൂളാണ്. എനർജിയുടെ യൂണിറ്റും ജൂളാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? വെയിറ്റിൻ്റെയും യൂണിറ്റ് ന്യൂട്ടനാണ്. പിണ്ടത്തെ യൂണിറ്റ് ആണെങ്കിൽ പിണ്ടത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ് കെൽവിൻ, ഫാരൻഹീറ്റ്, സെൽഷ്യസ്. SI യൂണിറ്റ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് കെൽവിനാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് പറഞ്ഞതിന്. എർഗ് ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ 10⁻⁷, 10⁵ എന്നൊക്കെ ഉള്ളതെല്ലാം ഓർത്തിരിക്കുക. ഇനി ഒരു സദിശ അളവിന് ഉദാഹരണം ഏത്? ദൂരം, സമയം, ത്വരണം, ഊഷ്മാവ്. ഏതാണ് സദിശ അളവിന് ഉദാഹരണം? സദിശ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ വരുന്നത് ത്വരണമാണ് ആൻസർ എന്ന് പറയുന്നത്. സദിശ അളവ് എന്ന് വെച്ചാൽ എന്താണ്? ദിശയുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഡയറക്ഷനും കൂടെ പറയുന്ന അളവിനെയാണ് നമ്മൾ സദിശ അളവ് അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കേട്ടോ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം സദിശ അളവിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ത്വരണം, ആക്സലറേഷൻ, പ്രവേഗം, വെലോസിറ്റി, അതുപോലെ തന്നെ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് S. സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. പിന്നെ ബലം, ആക്കം എല്ലാം നമ്മൾ ഈ ത്വരണവും എന്താണ് സ്ഥാനാന്തരം വെച്ച് കണ്ടുപിടിക്കുന്ന എല്ലാ സാധനങ്ങളും എന്താവും? സദിശ അളവായിട്ട് തന്നെ മാറും. അപ്പം ഓരോന്നോരോന്നായിട്ട് പഠിക്കാതെ സ്ഥാനാന്തരം എന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ പ്രവേഗം, അതും എന്താണ്? സദിശ അളവാണ്. നമ്മൾ അത് വെച്ച് കണ്ടുപിടിക്കുന്ന എല്ലാ അളവുകളും പിന്നെ എന്തായിട്ട് മാറുകയാണ്? സദിശ അളവുകളായിട്ട് മാറുകയാണ്. എന്നാൽ അതിശ അളവുണ്ട്. നമ്മൾ ഡയറക്ഷൻ കണക്കാക്കാത്ത അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിശ അളവ് അഥവാ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് ഏതൊക്കെ? സമയം, പിണ്ഡം, ഭാരം, വിസ്തീർണം, ഏരിയ എന്ന് പറയുന്നത്, വേഗത. ശ്രദ്ധിക്കുക, വെലോസിറ്റി എന്ന് പറയുന്നത് പ്രവേഗം, അതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വേഗം എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇനി പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത, ഇതെല്ലാം എന്താണ്? പ്രവൃത്തിയൊക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റികളാണ് അഥവാ അതിശ അളവിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. ത്വരണം എന്ന് പറയുന്നത് സദിശ അളവാണ്. പ്രവേഗം എന്ന് പറയുന്നതും സദിശ അളവാണ്. ഓർത്തു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. പ്രവൃത്തി അഥവാ വർക്ക് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദ്രവ്യം, ബലം, ഊർജം, പിണ്ഡം. ആൻസർ ഈസ് ഊർജം. ഓക്കെ, അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഊർജം എന്ന് പറയുന്നത്. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? അപ്പോൾ നമുക്ക് പ്രവൃത്തിയെ രണ്ടായിട്ട് തിരിക്കാം. നെഗറ്റീവ് പ്രവൃത്തി എന്നും പോസിറ്റീവ് പ്രവൃത്തി എന്നും തിരിക്കാം. അപ്പോൾ ഇതിൽ നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഇതിൽ ഏതൊക്കെയാണ് നെഗറ്റീവ് പ്രവൃത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് സാവധാനം വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. നമ്മളിവിടെ ആൻസറിലേക്ക് പോവുകയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി എന്ന് വെച്ചാൽ 2, 3 എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ നമ്മളൊരു വസ്തു ഉയർത്തുകയാണ്. അപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലം എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ഗുരുത്വാകർഷണ ബലം എപ്പോഴും എങ്ങോട്ടായിരിക്കും പ്രയോഗിക്കുന്നത്? താഴോട്ടാണ്, ഭൂമിയുടെ കേന്ദ്രത്തിലോട്ടാണ് പ്രയോഗിക്കുന്നത്. അപ്പം നമ്മൾ പ്രയോഗിക്കുന്നത് മുകളിലോട്ടും ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് താഴോട്ടും ആകുമ്പോഴാണ് നമ്മൾ ആ പ്രവൃത്തിയെ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ഒരു വസ്തു ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. ഒരു വസ്തു താഴേക്ക് വീഴുകയാണ്. അപ്പൊ താഴേക്ക് വീഴുമ്പോൾ അതിന്റെ പ്രവൃത്തി എങ്ങോട്ടാണ്? താഴോട്ടാണ് വരുന്നത്. ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ് വരുന്നത്? താഴോട്ടാണ് വരുന്നത്. അപ്പൊ സെയിം ഡയറക്ഷൻ, ഗുരുത്വാകർഷണ ബലത്തിന്റെ അതേ ഡയറക്ഷനിൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് പ്രവൃത്തി എന്നാണ് പറയുന്നത്. എന്നാൽ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടൊരു ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന വർക്കാണ് ഏത്? നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലായോ? അപ്പോൾ ഒരു വസ്തു ഉയർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് മുകളിലോട്ടാണ് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ഗുരുത്വാകർഷണ ബലം എന്താണ്? അതിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് വീഴുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ എന്താണിത്?
ഘർഷണ ബലം എപ്പോഴും എന്താണ്, അതിന് റെസിസ്റ്റീവ് ഫോഴ്സാണ്, നമ്മളെ ചലനത്തിൻ്റെ റെസിസ്റ്റീവ് ഫോഴ്സാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് താഴേക്ക്, ചരുതലത്തിന് താഴേക്ക് വീഴുകയാണ്. അപ്പം അതിനെ ചലിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന പ്രവൃത്തിയാണ് ഏത്, ഘർഷണം മേളിലോട്ടായിരിക്കും കൊടുക്കുക. മനസ്സിലായോ? ഘർഷണ ബലം വരുമ്പോൾ ഘർഷണം മേലോട്ടാണ്, അതിനെ ചലിക്കാതിരിക്കാനാണ് നോക്കുന്നത്. ഇത് നമ്മൾ താഴേക്കാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും എന്താണ്, ഒരു നെഗറ്റീവ് ഫോഴ്സിന് വരുന്നതാണ്. അപ്പം 2 ഡയറക്ഷനിലുള്ള ഫോഴ്സുകളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. 2 ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് പ്രവൃത്തി ആയിരിക്കും കേട്ടോ. പോസിറ്റീവ് വർക്ക് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏതാണ്? ഗതികോർജം, കാന്തികോർജം, സ്ഥിതികോർജം, രാസോർജം. ഏതാണ് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം? ഉത്തരം സ്ഥിതികോർജമാണ്. അപ്പൊ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. അതിന്റെ ചലനം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവേഗം കാരണം, അതിന് മാറ്റം ഉണ്ടാകുന്ന പ്രവേഗം കാരണം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം എന്ന് പറയുന്നത്. ഇനി കാന്തികോർജം എന്താണ്? 2 കാന്തിക വസ്തുക്കൾക്കിടയിലുള്ള ആ ഒരു ഊർജ്ജമാണ് കാന്തികോർജം എന്ന് പറയുന്നത്. രാസോർജം അറിയാലോ, നമ്മുടെ കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ്, എന്നാൽ കെമിക്കൽ റിയാക്ഷൻസിലുള്ളതാണ് രാസോർജം എന്ന് പറയുന്നത്. അപ്പം സ്ഥാനം മൂലമുള്ളതാണ് ഇത് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ചലനം മൂലം അഥവാ അതിൻ്റെ വെലോസിറ്റി പ്രവേഗം മൂലം ഉണ്ടാകുന്നതാണ് ഗതികോർജം എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം വെലോസിറ്റി ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇരട്ടിയാകും, 2 ഇരട്ടിയാകും, 4 ഇരട്ടിയാകും, ഗതികോർജം 0 ആകും, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഒന്ന് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം എഴുതുക. ആൻസർ ഇവിടെ വരുന്നത് എന്താണ്? 4 ഇരട്ടി ആകുമെന്നതാണ്. അപ്പം നമുക്ക് ഊർജം എന്ന് പറയുന്നത് നമുക്ക് 2 ആയിട്ടാണ് തിരിക്കാനായിട്ട് പറ്റുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. രണ്ടാമത്തത് എന്താണ്? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mgh, ഹൈറ്റിനെ അഥവാ സ്ഥാനത്തിനെ അടിസ്ഥാനമാക്കിയുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പറഞ്ഞു പ്രവേഗത്തിനെ ആസ്ഥാനമാക്കി അഥവാ ചലനത്തിനെ. അതിൻ്റെ ഇക്വേഷനാണ് ഇത് 12mv². ഓക്കെ, 12mv² എന്നുള്ളതാണ് മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ ചെയ്തിട്ട് പകുതി എടുക്കുന്നതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്? പ്രവേഗം എത്രയാവുകയാണ്? ഇരട്ടിയാവുകയാണ്. അപ്പം ഇവിടെ വിക്ക് പകരം എന്താകും? 2v എന്നാകും. അപ്പം 2vയുടെ ഹോൾ സ്ക്വയർ വേണം നമ്മൾ ചെയ്ത് നോക്കാനായിട്ട്. 2vയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായി? അത് 4v² ആയി. ഓക്കെ, മനസ്സിലായോ? 4v² ആയി. 2ന്റെ സ്ക്വയർ 4, വിയുടെ സ്ക്വയർ v². അപ്പം 12mv²ിനകത്ത് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ v² പകരം നമുക്ക് ഇപ്പം എന്ത് കിട്ടി? 4v² എന്ന് കിട്ടി. 12 ഇൻറ്റു m ഇൻറ്റു 4v² എന്ന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ 4 മാത്രം മാറ്റി എഴുതി കഴിഞ്ഞാൽ 4 ഇൻറ്റു എന്താ നമുക്ക് എഴുതാം? 12 ഇൻറ്റു mv². അപ്പോൾ 12mv² എന്ന് പറയുന്നതാണ് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. 12mv² അതുപോലെ ഇവിടെ ഉണ്ട്. അതിന് വന്ന മാറ്റം എന്താണ്? 4 എണ്ണം അതിൻ്റെ കൂടെ 4 മടങ്ങ് 4 ഇൻറ്റു ചെയ്യുകയാണ്. അപ്പം 4 ഇരട്ടി ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ ഇവിടെ? അപ്പോൾ നമ്മൾ ഇത് വെട്ടിക്കളഞ്ഞിട്ട് 2 ഇരട്ടി ആകുമെന്നൊന്നും എഴുതി വെക്കരുത്. നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇവിടെ അതുപോലെ നിലനിർത്തണം. എന്നിട്ട് വേണം നമ്മളതിനെ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം എന്താണ്? മാസ് പകുതിയാകുന്നു, പ്രവേഗം ഇരട്ടിയാകുന്നു. വസ്തുവിന് സംഭവിക്കുന്ന മാറ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാറ്റമൊന്നുമില്ല, ഇരട്ടിയാകുന്നു, 4 ഇരട്ടിയാകുന്നു, പകുതിയാകുന്നു. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ വേഗം നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഇരട്ടിയാകുന്നു എന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. മാസ് പകുതിയാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം m എന്തായി മാറി? m/2 ആയിട്ട് മാറി. ഇനി പ്രവേഗം എന്താണ്? ഇരട്ടിയാവുകയാണ്. ഇരട്ടിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2v ആയി. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? 12mv² ആണ്. 12mv². അപ്പം m-ന് പകരം m/2 വന്നു. ഓക്കെ,
വിക്ക് പകരം 2v² ആണ്. അപ്പോൾ v² പിന്നെ എന്ത് വരും, 2ന്റെ സ്ക്വയർ ആയിട്ടുള്ള 4 വരും. അപ്പം ഇവിടെ ഒരു 2 നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഹാഫ് mv² മാത്രം മാറ്റി എഴുതുക. ഹാഫ് mv² നമ്മൾ മാറ്റി എഴുതി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുക. ഹാഫും എമ്മും v² പോയി. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്, ഒരു 1/2 ഉണ്ട്. 1/2 പിന്നെ എന്താ ഉള്ളത്, ഈ 4 ഉണ്ട്. അപ്പം ഇതിനെ മാറ്റി നിർത്തുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം, 2 ഇരട്ടിയാകും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മനസ്സിലാവാത്തവർ ഒന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് അത് കറക്റ്റായിട്ട് പഠിക്കുക. ആ ഒരു ഇക്വേഷനിനകത്ത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്. ml(t⁻²), ml²t⁻², ml²t⁻3, L(t⁻²). എന്താണ് ഊർജത്തിൻ്റെ സമവാക്യം? അപ്പോൾ ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ml²t⁻² ആണ്. അപ്പോൾ നമുക്ക് കാണാതെ പഠിക്കുക, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് യൂണിറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ജൂൾ എന്ന് പറയുന്നത് എന്താണ്, ഊർജം എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് എന്താണ്, ജൂളാണ് ഊർജം എന്നതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ന്യൂട്ടൺ മീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു, ബലത്തിൻ്റെ യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്കൊരു ന്യൂട്ടനെ എന്തെന്ന് പറയാം, നമ്മുടെ ഫിസിക്കൽ / MA എന്നല്ലേ എഴുതുന്നത്, MA. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ യൂണിറ്റ് ചേർത്ത് എഴുതുന്നതാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോഗ്രാം m/s² ആണ് കേട്ടോ. 1 കിലോഗ്രാം m/s² ആണ്. അതിൻ്റെ കൂടെ 1 മീറ്ററും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റു 1 മീറ്ററും കൂടെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മീറ്റർ. അപ്പോൾ എന്താവും, കിലോഗ്രാം m²/s². അപ്പോൾ കിലോഗ്രാമിൻ്റെ എന്താണ്, നമ്മൾ ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലുള്ള ഒരു ഇതാണ്. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. SI സിസ്റ്റത്തിൽ മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. അപ്പോൾ M എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. M എന്ന് പറയുന്നത് മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അതിനെ L എന്ന് ഡിനോട്ട് ചെയ്യും. L ഇവിടെ എത്ര ഉണ്ട്, 2 ഉണ്ട്, L². പിന്നെ S എന്ന് പറയുന്നത് ടൈമിന്റെ സ്പെസിഫിക്കേഷൻ. T ആണ് നമ്മൾ ഇടുന്നത്. ടൈം എസിന് T എന്ന് എഴുതും. ഇത് ബൈ S ആയതുകൊണ്ട് അത് മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് -2. ഓക്കെ, മനസ്സിലായോ? ml²t⁻² എന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം യൂണിറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എല്ലാത്തിൻ്റെയും ഫോഴ്സിൻ്റെ ആണ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഭയങ്കര പാടായിരിക്കും. ഇവിടെ ഫോഴ്സിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ബലത്തിൻ്റെ ഇതുപോലെ ഡയമെൻഷണൽ സമവാക്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, M × A ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കിലോഗ്രാം m/s² ആണ്. അപ്പോൾ എന്ത് വരും, കിലോഗ്രാമിന് പകരം M, ഒരു MA ഉള്ളൂ, മീറ്ററിന് MA മാത്രം. അപ്പോൾ L, ഇനി s², ഉണ്ട്. അപ്പോൾ എന്താണ്, t⁻². മനസ്സിലായോ? ഇതാണ് ബലത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്ന് പറയുന്നത്. ഊർജ്ജത്തിൻ്റെതും വർക്കിൻ്റെതും സെയിം യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, രണ്ടിനും സെയിം സമവാക്യം തന്നെയാണ്, ഡയമെൻഷണൽ സമവാക്യം സെയിം ആണ്. ഇനി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. അപ്പം വർക്കിന്റെ സമവാക്യം ബൈ ഒരു ടൈമും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് പവറിനത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ടീം മേളോട്ട് പോകുമ്പോൾ ഇവിടെ എന്താവും, ഈ ഒരു ഇക്വേഷൻ ml²t⁻³ ആണ്. ഇത് എന്തിൻ്റെതാണ്, പവറിന്റെ സമവാക്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ml(t⁻²) ഇതെന്ന് പറയുന്നത് വർക്ക് ബലത്തിന്റെ സമവാക്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നമുക്കത് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് ഓർത്ത് വെച്ചിട്ട് മതി. ഇക്വേഷൻ അല്ല, നമ്മുടെ ആ ഒരു യൂണിറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറയാനുള്ളത്. ഇനി നമ്മൾ ഊർജ്ജ സ്രോതസ്സുകൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു. നമ്മൾ പൊതുവെ ജോഗ്രഫിയിൽ ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫിസിക്സിലും ചോദിക്കാറുണ്ട്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? നമ്മൾ 2 ടൈപ്പാണല്ലോ പറയുന്നത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും ഉണ്ട്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും ഉണ്ട്. പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. എന്നാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മൾ പുതിയ ഓരോരോ സ്രോതസ്സുകൾ കണ്ടുപിടിക്കുന്നു. അതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത്. ഇനി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, LPG. ഏതാണ് ആൻസർ വരുന്നത്? LPG ആണ് ഇവിടുത്തെ ആൻസർ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG നമ്മൾ ഇപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കരുത്. പെട്രോളിയം ഗ്യാസ്, പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്നും ഉണ്ടാക്കിയത്. അപ്പോൾ പെട്രോളിയം പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ്. കാരണം നമ്മൾ കുഴിച്ചെടുത്ത കൽക്കരി, പെട്രോളിയം, അതൊക്കെ എന്താണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ LPG എന്താണ്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കാറ്റ്,
തിരമാല, പെട്രോള്, കൽക്കരി. പാരമ്പര്യേതര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക, 1, 2, 1, 3, 3, 4, 1, 4. ഏതൊക്കെയാണ് എന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് പെട്ടെന്ന് തന്നെ കാണുമ്പോഴേ മനസ്സിലാവും. നമ്മുടെ ഉത്തരം വരുന്നത് എ ആണ്, 1, 2. കാറ്റ്, തിരമാല എന്നിവയാണ് ഇത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. പെട്രോള്, കൽക്കരി എന്നിവയൊക്കെ എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. ഇങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പാരമ്പര്യം നിന്നും തരാതെ ചുമ്മാ ഒരു ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് അതിലാണെന്ന് ചോദിച്ചതെന്ന് മനസ്സിലാക്കി വെക്കുക. കാറ്റ്, തിരമാല, സൗരോർജ്ജം, കൽക്കരി ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് കൽക്കരിയാണ്. ബാക്കിയെല്ലാം എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി എന്ന് പറയുന്നത് എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാരമ്പര്യമായിട്ടുള്ളത് ഏതാണ്? കാറ്റ്, തിരമാല, മണ്ണെണ്ണ, സൗരോർജ്ജം. ഏതാണ്? മണ്ണെണ്ണയാണ് ആൻസർ. അപ്പോൾ നമ്മൾ ആ ഒരു കൽക്കരി, പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് എല്ലാം എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഊർജ്ജത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 കേട്ടോ. ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. താപനിലയുമായിട്ട് ബന്ധപ്പെട്ട താപവും താപനിലയും. ഓക്കെ, ഒരു വസ്തുവിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജം ആണ് താപനില എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് എന്നാണോ? ആകെ ഗതികോർജമാണോ? അത് താപനിലയുടെ SI യൂണിറ്റ് ജൂളാണ്. താപനിലയിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത്. ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസ് ചെയ്ത് ഒന്നുകൂടി വായിച്ചു നോക്കുക. ആൻസർ ഏതാണെന്ന് എഴുതി വെക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. എന്നുവെച്ചാൽ എന്താണ് താപനിലയായിട്ട് ബന്ധപ്പെട്ടത്? ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജം. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ശരാശരി ഗതികോർജത്തിനെയാണ് നമ്മൾ താപനില അഥവാ ടെമ്പറേച്ചർ, ഊഷ്മാവ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ടെമ്പറേച്ചർ, ഊഷ്മാവ് എന്നൊക്കെ പറയുന്നത് ശരാശരി ഗതികോർജത്തിനെയാണ്. ഇനി താപനിലകളിലെ വ്യത്യാസം മൂലമാണ് എന്ത്? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജം ഒഴുകുന്നത്. അപ്പോൾ അതിലെ വ്യത്യാസം മൂലമാണ് താപോർജം ഒഴുകുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി ജൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? നമ്മൾ പറഞ്ഞു എനർജിയുടേതാണ്, വർക്കിൻ്റെതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ താപത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. താപം കേട്ടോ. താപം അഥവാ ഹീറ്റിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണ് ഹീറ്റിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പം ആകെ ഗതികോർജത്തെ പറ്റിയിട്ടാണ് ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജമാണ് എന്ത്? താപം. ശരാശരി ഗതികോർജമാണ് താപനില എന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് ഏത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഏത്? ജൂൾ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ താപം അളക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഏത്? കാലറി എന്ന് പറയുന്നത് കേട്ടോ. കാലറിയും താപത്തിന്റെ അളക്കുന്ന അതേ യൂണിറ്റ് തന്നെയാണ്. ഇനി ഒരു കാലറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? ഒരു കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ജൂൾസ് ആണ് ഒരു കാലറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ കൺവേർഷൻ ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്കൊക്കെ. ഒരു കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾസ് ആണ്. താപത്തിന്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂള് തന്നെയാണ്. മറ്റൊരു യൂണിറ്റ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ, കാലറി എത്ര ജൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.2 ജൂൾസ് ആണ്. ഇനി 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻ ഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് എത്ര ഫാരൻ ഹീറ്റ് എന്നാണ് ചോദ്യം. 373 ഡിഗ്രി ഫാരൻ ഹീറ്റ്, 132 ഡിഗ്രി ഫാരൻ ഹീറ്റ്, 212 ഡിഗ്രി ഫാരൻ ഹീറ്റ്, 87.5 ഡിഗ്രി ഫാരൻ ഹീറ്റ്. എത്ര ഫാരൻ ഹീറ്റ് ആണ്? 100 ഡിഗ്രി 212 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? 100 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകിൽ ഇത് കാണാതെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫോമുലയുണ്ട് ഫാരൻ ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട്. F = 9/5 C + 32.
ഓക്കെ, 9/5 C+32 എന്ന് പറയുന്ന ഈ ഒരു ഫോമുലക്കകത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പം സിക്ക് പകരം 100 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 212 എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിതൊരു ബേസിക് ആണ്. 100 ഡിഗ്രിക്ക് എത്ര ഫാരൻ ഹീറ്റ് എന്നുള്ളത്, 100 ഡിഗ്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രി എത്ര ഫാരൻ ഹീറ്റിന് ഈക്വൽ ആണ്, 212 ഡിഗ്രി ഫാരൻ ഹീറ്റിന് ഈക്വൽ ആണ്. അതുപോലെ എത്ര കെൽവിൻ ഈക്വൽ ആണ് 100 ഡിഗ്രി എന്ന് പറയുന്നത്, 373 കെൽവിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ 373.15 കൂടെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. 373.15 കെൽവിന് ഈക്വൽ ആണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ 0 ഡിഗ്രി എത്ര കെൽവിൻ ഈക്വൽ ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെൽവിനാണ് 273 കെൽവിൻ അല്ലെങ്കിൽ 273.15 കെൽവിന് ഈക്വൽ ആണ്. ചിലപ്പോഴൊക്കെ അവർ 1.5 തരാറില്ല, അപ്പം 273 എടുക്കുക. ടോട്ടലായിട്ട് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ 1.5 കൂടെ എടുക്കുക. ഇനി അത് എത്ര ഫാരൻ ഹീറ്റിന് ഈക്വൽ ആണ് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻ ഹീറ്റിന് ഈക്വൽ ആണ് ഏത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ചേക്കുക, ഈ 4 വാല്യൂസ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കുക. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് അതിന്റെ ഫാരൻ ഹീറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഫോമുല ഇതാണ് കേട്ടോ, 9/5 C+32. ഇനി ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് കെൽവിനിലേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു പ്ലസ് 273 ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു വാല്യൂ തന്നു, ഇത്ര 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര കെൽവിൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെൽവിൻ കണ്ടുപിടിക്കുന്നത് എന്താണ്, കെൽവിനിൽ എത്ര 273.15 പ്ലസ് സെൽഷ്യസിന്റെ വാല്യൂ എത്രയാണ്, ഇവിടെ 32 ആണെങ്കിൽ 32 ഇട്ട് കൊടുക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഈ 4 വാല്യൂസ് കാണാതെ പഠിച്ച് വെച്ചേക്കുക. 0 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള കെൽവിന്റെയും ഫാരൻ ഹീറ്റിന്റെയും വാല്യൂ, അതുപോലെ തന്നെ 100 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള കെൽവിന്റെയും ഫാരൻ ഹീറ്റിന്റെയും വാല്യൂസ് കാണാതെ പഠിച്ച് വെക്കുക. ബാക്കിയുള്ളതിന് ഈ ഫോമിൽ ഓർത്ത് വെച്ചിരുന്നാലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറി ചോദിച്ചേക്കുന്നേ ഉള്ളൂ. ഫാരൻ ഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? അപ്പൊ ഫാരൻ ഹീറ്റിൽ ജലത്തിന്റെ തിളനില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് അറിയുക. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതല്ലേ, അതിൽ 100 ഡിഗ്രി എത്ര ഫാരൻ ഹീറ്റ് ആണെന്ന് ചോദിച്ചു. ഇവിടെ 100 എന്ന് തരാതെ അത് കറക്റ്റ് തിരിച്ചു ചോദിച്ചു. അപ്പൊ എത്രയാണ് ഇവിടെ ആൻസർ വരുന്നത്, 212 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എത്ര, 38, 37, 39, 40. ആൻസർ വരുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, റൗണ്ട് ഫിഗർ ആണ് തന്നിരിക്കുന്നത്, 37 ഡിഗ്രി സെൽഷ്യസ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? തെർമോമീറ്റർ കൊണ്ട് അളക്കുന്നത് ഏതിനെയാണ്? താപത്തിനെയാണോ, ഊഷ്മാവിനെയാണോ, മർദ്ദത്തിനെയാണോ, ആർദ്രതയെയാണോ തെർമോമീറ്റർ കൊണ്ട് അളക്കുന്നത്? അപ്പൊ താപം, ഊഷ്മാവ്, മർദ്ദം, ആർദ്രത. ഏതാണ്? ഊഷ്മാവാണ് ആൻസർ. ഊഷ്മാവ് ടെമ്പറേച്ചർ ആണ്, തെർമോമീറ്റർ ആണ്. ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് ഏത്? തെർമോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ കുറച്ചും കൂടെ ഉള്ളൂ. ഇനി എനർജിയും മറ്റു ടോപ്പിക്കുകളും നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇതിൽ കൂടുതലായിട്ട് ഒരുപാട് അങ്ങനെ ആഴത്തിൽ നമ്മൾ പ്രിലിംസിന് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എല്ലാത്തിൻ്റെയും ഒരു പുറംചട്ട പോലെ നമ്മളൊന്ന് നോക്കിയിരിക്കണം. പ്രിലിംസിന് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പ്രിലിംസിന് ചോദിക്കുക. നമ്മൾ തെറ്റിക്കും എന്ന ഉറപ്പുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം നെഗറ്റീവ് വരുത്താതെ പ്രിലിംസ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പോയിന്റ് എന്ന് പറയുക. അപ്പം മാത്സിന് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് വെച്ചിരിക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.